വെൽക്കം ടു പ്രൈം ഡയറക്ഷൻ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിലോസിലെ രണ്ടാമത്തെ ടോപ്പിക്കായ നോ ആൻഡ് പോസിബിൾ ഡയഗ്രം എന്നാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ ആരെങ്കിലും കാണാത്തതായിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണുക. അതിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ് സിലോയിസം, എങ്ങനെയാണ് അതിൻ്റെ വെൻ ഡയഗ്രം വരയ്ക്കുന്നത്, പിന്നെ നോയിൻ്റെ ഡയഗ്രം, ബേസിക് ഡയഗ്രം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താണ് നോയിൻ്റെ ബേസിക് ഡയഗ്രം? അപ്പം നോ ARB എന്നാണ് സ്റ്റേറ്റ്മെൻറ്റിലുള്ളതെന്ന് കരുതുക. അപ്പോൾ എങ്ങനെ ബേസിക് ഡയഗ്രം വരയ്ക്കുക? ഇതാ എ ഇവിടെ ഉണ്ടാവും, ഇവിടെ ഒരു വര ഇട്ടിട്ട് ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിയും എയും ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല. അപ്പോൾ നോയിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെയാണ്, പക്ഷേ കൺക്ലൂഷനിൽ നോ ARB എന്നാണ് തന്നെങ്കിൽ ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് വേറൊരു ബേസിക് ഡയഗ്രം അല്ലാണ്ട് ഒരു പോസിബിൾ ഡയഗ്രം വരയ്ക്കേണ്ടി വരും. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് തരാം, സം ARB, സം BRC. അപ്പോൾ ഇതാണ് നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ വെൻ ഡയഗ്രം എങ്ങനെ വരയ്ക്കുക? ഇതാ ഏതെവിടെയാണ് സം, എൻ്റെ കുറച്ച് ബിയിലുണ്ട്, പിന്നെന്താണ് ബീൻ്റെ കുറച്ച് സിയിലുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പം കൺക്ലൂഷൻ ഇങ്ങനെയാണ് തരുന്നത്. നമ്മളിപ്പോൾ ഒരു കൺക്ലൂഷൻ ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ നോ ARC എന്നുള്ളതാണ് കൺക്ലൂഷൻ. അപ്പോൾ എന്താണ് ഇതിൽ നോക്കുകയാണെങ്കിൽ എയും സി ആയിട്ട് കണക്ഷൻ ഇല്ല, അതുകൊണ്ട് എന്താണ് എയും സി ആയിട്ട് കണക്ഷൻ ഇല്ല, അതുകൊണ്ട് എന്താണ് നമ്മൾ ട്രൂ എന്നങ്ങ് പറഞ്ഞ് എഴുതുകയാണെങ്കിൽ എന്താണ് ആൻസർ തെറ്റാണ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഇത് ബേസിക് ഡയഗ്രമാണ്. അപ്പോഴത്തെ കേസിലാണ് നമ്മൾ പോസിബിൾ ഡയഗ്രം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോ ARC എന്നാണുള്ളത്. അപ്പോൾ ഇതാ ബേസിക് ഡയഗ്രം നോക്കുകയാണെങ്കിൽ എയും സിയും തമ്മിൽ കണക്ഷൻ ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? പോസിബിൾ ഡയഗ്രം എന്നുള്ള ഈ എയും സിയും കണക്ഷൻ ഇല്ല എന്നുള്ളത് എയും സിയും കണക്ഷൻ ഉണ്ടാവും എന്നത് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഈ ഡയഗ്രം ഒന്ന് മാറ്റി വരയ്ക്കുക. സം ARB എന്നുള്ളതിന് വ്യത്യാസമില്ല, സം ARB. പിന്നെ എന്തായി, ഞാൻ എന്താ സീൻ ഇതാ ഇവിടെ വരച്ച്. ഇപ്പോൾ എന്തായി, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ നോക്കുക. സ്റ്റേറ്റ്മെൻറ്റ് സം ARB, എയും ബിയും കണക്ഷൻ ഉണ്ട്. സം BRC, ബിയും സിയും കണക്ഷൻ ഉണ്ട്. എന്താണ് കൺക്ലൂഷൻ? നോ ARC എന്നുള്ളത് എന്താണ് തെറ്റല്ലേ? ഇവിടെ എയും സിയും കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് പോസിബിൾ ഡയഗ്രം എന്നുള്ള കേസിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ നോ എന്നുള്ള തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ARB എന്നുള്ളത് സം ARC എന്നുള്ളത് ആക്കാൻ നോക്കണം. അതാണ് പോസിബിൾ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് എല്ലാ കേസിലും പോസിബിൾ ഡയഗ്രം വരയ്ക്കണം എന്ന് ചോദിച്ചാൽ എല്ലാ കേസിലും വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ മനസ്സിലായിക്കോളും എങ്ങനെയാണ് എല്ലാ കേസിലും ട്രൂ ആണോ എന്നുള്ള ഒരു ടേബിളായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബേസിക് ഡയഗ്രം ഉണ്ട്, പോസിബിൾ ഡയഗ്രം ഉണ്ട്. ചിലതിൽ ബേസിക് ഡയഗ്രത്തിൽ ട്രൂ ആവാം, ചിലതിൽ പോസിബിൾ ഡയഗ്രത്തിൽ എന്താണ് ട്രൂ ആവാം, അല്ലെങ്കിൽ ഫാൾസ് ആവാം. അപ്പോൾ അങ്ങനത്തെ കേസിൽ റിസൾട്ട് എങ്ങനെ വരുന്നത് നോക്കാം. ഞാനിപ്പോൾ ഇതിപ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് വേറൊരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഈ ബേസിക് ഡയഗ്രം എന്നുള്ളത് ഒരു പ്രിലിംസ് ആയിട്ട് എടുക്കുക, നമ്മളെ ബാങ്ക് എക്സാമിൻ്റെ പ്രിലിംസ് ആയിട്ട് എടുക്കുക. പോസിബിൾ ഡയഗ്രം എന്നുള്ളത് മെയിൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ആദ്യത്തെ പ്രിലിംസിൽ ഞാൻ പാസ്സായി, എന്നാൽ മെയിൻസിൽ ഞാൻ എന്തായി ഫെയിലായി. അപ്പോൾ എന്തായിരിക്കും റിസൾട്ട്? എന്തായിരിക്കും ഫൈനൽ റിസൾട്ടിൽ ഞാൻ ഉണ്ടാവുമോ? ഇല്ല, തെറ്റായിരിക്കും. അപ്പം ആദ്യത്തെ പ്രിലിംസിൽ ഞാൻ പാസ്സായി, രണ്ടാമത്തെ പോസിബിൾ ഡയഗ്രം എന്ന് വെച്ചാൽ മെയിൻസിൽ ഞാൻ അതിലും പാസ്സായി. അങ്ങനെ എന്തായിരിക്കും റിസൾട്ട്? എന്തായിരിക്കും പാസ്സായിരിക്കും. ആദ്യത്തെ പ്രിലിംസിൽ ഞാൻ ഫെയിലായി, അടുത്ത മെയിൻസിൽ ഞാൻ ഫെയിലായി. അങ്ങനെ എന്തായിരിക്കും പോസിബിൾ ഡയഗ്രത്തിൽ എന്തായിരിക്കും ഫെയിലായിരിക്കും. പിന്നെ എന്താണ്, ഞാൻ പ്രിലിംസിൽ പാസ്സായി, പ്രിലിംസിൽ ഫെയിലായി, മെയിൻസിൽ പാസ്സായി. നമ്മൾ ഈ കൺസെപ്റ്റിൽ പറയാൻ പറ്റില്ല, എന്നാലും പറയാണ്. അങ്ങനെയാണെന്തെങ്കിലേക്കും ഫെയിലായിരിക്കും. അപ്പോൾ എന്താണ് റിസൾട്ട്? പോസിബിൾ ഡയഗ്രം, ബേസിക് ഡയഗ്രം റിസൾട്ട് എന്ന ടേബിൾ നോക്കുമ്പോൾ ആകെ എപ്പോഴാണ് ട്രൂ ആവുന്നത്? ഇപ്പോൾ ബേസിക് ഡയഗ്രത്തിലായാലും പോസിബിൾ ഡയഗ്രത്തിലായാലും രണ്ടിലും കൂടി എന്താണ് ട്രൂ ആണെങ്കിൽ മാത്രമാണ് എന്താണ് റിസൾട്ടും ട്രൂ ആവുന്നത്. ഇതിപ്പോൾ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം, അപ്പോൾ മനസ്സിലാവും. സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, നോ മിൽക്ക് ഈസ് ടീ, സം ടീ ഈസ് ഷുഗർ. അതൊന്ന് വരച്ച് നോക്കാം. മിൽക്ക് ഇതാ ഇവിടെ ഉണ്ട്, നോ മിൽക്ക് ഈസ് ടീ. ദ മിൽക്കും ടീ ആയിട്ട് ഒരു കണക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത്. നോ മിൽക്ക് ഈസ് ടീ, സം ടീ ഈസ് ഷുഗർ. കുറച്ച് ടീയിലെത്തുന്നതാണ്, കുറച്ച് എന്താണ് ഷുഗർ ആണെന്നാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഡയഗ്രം വരുന്നത്. ഇനിയിപ്പോൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? ആദ്യത്തെ നമുക്ക് നോക്കാം, രണ്ടാമത്തെ നോക്കാം. ഓൾ മിൽക്ക് ഈസ് ഷുഗർ നോക്കുകയാണെങ്കിൽ ഇതാ മിൽക്ക് ഇവിടെയല്ലേ, ഷുഗർ ഇവിടെയാണല്ലേ, എന്തായാലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഇതെന്തായിരിക്കും ഫാൾസ് ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളെ രണ്ടാമത്തെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നോ ഷുഗർ ഈസ് മിൽക്ക് എന്നാണ്. അപ്പോൾ
ഇതിലെ ബേസിക് ഡയഗ്രമാണ്. ബേസിക് ഡയഗ്രം നോക്കുമ്പോൾ എന്താണ്, മിൽക്കും ഷുഗറും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ്, ഇത് ട്രൂ ആണെന്ന് വെച്ച് എന്താണ് നമ്മളെ ആൻസർ ഓൺലി വൺ ഫോളോസ് ചെയ്ത കാര്യമുണ്ടോ? ഇല്ല. പോസിബിൾ ഡയഗ്രം വരയ്ക്കണം. അപ്പോൾ പോസിബിൾ ഡയഗ്രം എങ്ങനെയാണെന്ന് വരയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ നോ മിൽക്ക് ഈസ് ടീ എന്ന് എഴുതിയിട്ടുണ്ട്. എന്താക്കണം, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ട്രൂ ആണ്. അപ്പോൾ അതെന്തൊക്കെ ഫാൾസ് ആക്കാൻ നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ ഷുഗർ ഈസ് മിൽക്ക് എന്നുള്ള സം ഷുഗർ ഈസ് മിൽക്ക് എന്ന് ആക്കാൻ നോക്കണം. അപ്പോൾ സം ഷുഗർ ഈസ് മിൽക്ക് എന്ന് എങ്ങനെ ആക്കാൻ പറ്റുക? ആകെയുള്ള എന്താണ് കണ്ടീഷൻ എന്താണ്, എപ്പോഴും സം ടീ ഷുഗർ എന്നാവണം. ഇപ്പോൾ ടീയിൽ ഷുഗറിൻ്റെ ഇവിടെ വരികയാണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു കണക്ഷൻ എന്താണ് അത് ഉണ്ടാവണം. എന്നിട്ട് എന്ത് ചെയ്യേണ്ടത്, നോ ഷുഗർ ഈസ് മിൽക്ക് എന്നുള്ള സം ഷുഗർ ഈസ് മിൽക്ക് എന്നാക്കണം. സം ഷുഗർ ഈസ് മിൽക്ക്. ഇതിങ്ങോട്ട് നീട്ടി വരയ്ക്കുകയാണ്. ഞാൻ ഷുഗർ എന്നിങ്ങനെ വരച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായി, സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. നോ മിൽക്ക് ഈസ് ടീ, സം ടീ ഈസ് ഷുഗർ. സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണല്ലോ. ഇപ്പോൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഓൾറെഡി നമ്മൾ ഫാൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ നോ ഷുഗർ ഈസ് മിൽക്ക് നേരത്തെ എന്താണ് ട്രൂ ആണ്. എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ എന്താണ്, സം മിൽക്ക് ഈസ് ഷുഗർ ആയില്ലേ? അപ്പോൾ എന്തായി, ഫാൾസ് ആയില്ലേ? അപ്പോൾ ഞാൻ നേരത്തെ ടേബിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ട്രൂ ആണെങ്കിൽ മറ്റേത് ഫാൾസ് ആണെങ്കിൽ ആൻസർ എന്താ വരിക, ഫാൾസ് എന്നായിരിക്കും. അപ്പോൾ രണ്ടും എന്തായിരിക്കും, നൈദർ 1 nor 2 ഫോളോസ് എന്നുള്ളതായിരിക്കും ആൻസർ ആയിട്ട് വരിക. ഇനിയിപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഓൾ സോഫാസ് ആർ ബെഡ്സ്, നോ ബെഡ്സ് ആർ കൗച്ച്. അപ്പോൾ എങ്ങനെയാണ് ഓൾ എന്നുള്ള വരയ്ക്കുക? സോഫ, എല്ലാ സോഫയും എന്താണ് ബെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നോ ബെഡ്സ് ആർ കൗച്ച്, കൗച്ച് ഇവിടെ അല്ലേ വരിക. ഇനി കൺക്ലൂഷനിലേക്ക് നോക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് സം കൗച്ചസ് ആർ ബെഡ് എന്നാണുള്ളത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എടുക്കുക, ഈ അറ്റ്ലീസ്റ്റ് എന്നുള്ള അങ്ങ് നമ്മളെന്താണ് ഡിലീറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അത്രയേ ഉള്ളൂ. ബാക്കി എന്താണ് നോക്കുക, സം കൗച്ചസ് ആർ ബെഡ്സ് എന്നുള്ള നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടുത്തെ നോക്കുമ്പോൾ എന്താണ്, കൗച്ചസ്, സം കൗച്ചസ് ആർ ബെഡ്സ് വരുമോ? ഇല്ല. കാരണം എന്താണ്, ഈസ് ഓൾ ബെഡ്സ് എന്താണ് കൗച്ച് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളതല്ലേ എന്താണ് സോഫ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതെന്തായിരിക്കും ഫാൾസ് വരിക. ഒന്നുകൂടി പറയാം. ഇപ്പോൾ എന്താണ് ഈ വര കണ്ടല്ലേ, വരേൻ്റെ ഇപ്പുറത്തേക്കുള്ളത് എന്തായാലും ഇതിലേക്ക് കണക്ഷൻ വരുമോ? ഇല്ലല്ലോ. അപ്പം ഇനി അടുത്ത കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ നോ സോഫാസ് ആർ കോച്ച്. അപ്പോൾ നോ വന്നിട്ടുണ്ട്, അതുകൊണ്ട് 2 ഡയഗ്രാം വരയ്ക്കണോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോ സോഫാസ് ആർ കൗച്ച്, സോഫ ഇവിടെ ഉണ്ട്, കൗച്ച് ഇവിടെ ഉണ്ട്. എന്താണ് സോഫയും കൗച്ചും എന്താണ് അപ്പോൾ ഒരിക്കലും കണക്ഷൻ ഉണ്ടാവില്ല, നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ലേ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ആൻസർ ട്രൂ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ പോസിബിൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇതിനെ എന്താണ് ഫാൾസ് ആക്കാൻ പറ്റുമോ? ഇപ്പോൾ നോ സോഫ എന്നുള്ള കൗച്ച് എന്നുള്ളത് എന്താണ്, സം സോഫാസ് ആർ കൗച്ച് എന്ന് നമുക്ക് പോസിബിൾ ഡയഗ്രത്തിൽ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്, ഈ എസും സിയും എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരിക്കലും ഒരു കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തായിരിക്കും പോസിബിൾ ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പം ആൻസർ എന്തായിരിക്കും വരിക, ഇവിടെ 2 അല്ലേ, ഓൺലി 2 ഫോളോസ് എന്നല്ലേ ആൻസർ വരിക. റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, നോ ട്രീ ഈസ് പീപ്പിൾ, ഓൾ ബനിയൻസ് ആർ പീപ്പിൾസ്, സം നീംസ് ആർ ട്രീസ്. ട്രീ ഉണ്ട്, എന്താണ് നോ ട്രീ ഈസ് പീപ്പിൾ. അടുത്തത് ഓൾ ബനിയൻസ് ആർ പീപ്പിൾ, എന്താണ് ബനിയൻ ഇതിൻ്റെ ഉള്ളിലാണ് വരിക. പിന്നെന്താണ് സം നീംസ് ആർ ട്രീസ്, സം നീം ഇവിടെയല്ലേ വരിക. ഇനി ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സം പീപ്പിൾസ് ആർ ട്രീസ്, പീപ്പിൾ ഇവിടെയാണല്ലേ, ട്രീ ഇവിടെയാണല്ലേ, എന്തായാലും കണക്ഷൻ വരില്ലല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ആൻസർ വരിക, ഫാൾസ്. ഇനി നോ ട്രീ ഇസ് എ നീം, ട്രീ നീമും തമ്മിൽ ഓൾറെഡി ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങനെ പോസിബിൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക, അത് ട്രൂ ആയിട്ടല്ലേ വരിക, ഫാൾസ് ആയിട്ടല്ലേ വരിക. ട്രീയും നീമും എന്താണ് ഇതിൽ കണക്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്, എങ്ങനെ വരച്ച് കഴിഞ്ഞാൽ എന്താണ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇതിൽ ഫാൾസ് ആയിട്ട് വരും. അപ്പോൾ ഇതെന്തായിരിക്കും ആൻസർ വരിക, നൈദർ 1 nor 2 ഫോളോസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സം മങ്കീസ് ആർ ആനിമൽസ്, നോ ആനിമൽസ് ആർ ഡോഗ്സ്, ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്. എങ്ങനെ വരയ്ക്കുക, സം മങ്കീസ് എം, പിന്നെന്താണ് സം മങ്കീസ് ആർ ആനിമൽസ്, എമ്മും എയും തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ട്. ഇനി നോ ആനിമൽസ് ആർ ഡോഗ്സ്, എയും ഡിയും എന്താണ് കണക്ഷൻ ഇല്ല. ഓൾ കാറ്റ്സ് ആർ ഡോഗ്സ്, എല്ലാ കാറ്റും എന്താണ് ഡോഗ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ കാറ്റ് ഇതിൻ്റെ ഉള്ളിൽ വരും. എന്താണ് കൺക്ലൂഷൻ, ഇവിടെ എന്താണ് 2 നോ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കാം. നോ കാറ്റ്സ് ആർ ആനിമൽസ്, ഇവിടെ കാറ്റ് ഉണ്ടല്ലോ, ഇവിടെ ആനിമൽ ഉണ്ടല്ലോ. എങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് കാറ്റും ആനിമലും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ?
അപ്പോൾ എങ്ങനെ പോസിബിൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാലും കാറ്റും ആനിമലും തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ എന്തൊക്കെ ആൻസർ വരിക? ഇതെന്താണ്? ട്രൂ ആണ് വരിക. ഇനിയിപ്പം രണ്ടാമത്തത് നോ കാറ്റ്സ് ആർ മങ്കീസ്. കാറ്റ് ഇവിടെയാണല്ലോ ഉള്ളത്, മങ്കി ഇവിടെയാണല്ലോ ഉള്ളത്. അപ്പോൾ ആദ്യത്തതിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇനിയിപ്പോൾ പോസിബിൾ ഡയഗ്രാം വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? വരച്ച് നോക്കാം. ഇപ്പോൾ പോസിബിൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എന്താണ്? ഇവിടെ ഇപ്പോൾ ട്രൂ ആണെങ്കിൽ അത് ഫാൾസ് ആക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ നോ കാറ്റ്സ് ആർ മങ്കീസിൻ്റെ ഫാൾസ് എന്താണ്? സം കാറ്റ്സ് ആർ മങ്കീസ് എന്ന് വരയ്ക്കാൻ പറ്റുമോ നോക്കണം. അപ്പോൾ ഞാനിതാ ഇവിടെ എം ഉണ്ട്, ഇവിടെ എ ഉണ്ട്. ഇപ്പോൾ എന്താണ്? കാറ്റ്സും മങ്കീസ് തമ്മിൽ കണക്ഷൻ ഉണ്ടാക്കാൻ നോക്കണം. ഇപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷൻ എന്താണ്? എ ഉള്ളത് ഒരു കണക്ഷൻ ഇല്ല എന്നുള്ളത്. ഞാനിതിപ്പോൾ ഇങ്ങനെ വരച്ച്, ഡീനത് ഞാൻ ഇങ്ങനെ വരച്ച്, കാറ്റ്സിന് ഇതിൻ്റെ ഉള്ളിലും വരച്ച്. അപ്പോൾ ഇവിടെ എന്തായി? കാറ്റും മങ്കിയും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ എന്തായിരിക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായിരിക്കും? ഫാൾസ് ആവില്ലേ? ഫാൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ട്രൂവും ഒരെണ്ണം ഫാൾസും ആകുമ്പോൾ എന്തായിരിക്കും? കൺക്ലൂഷൻ എന്തായിരിക്കും? ഫാൾസ് ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? ഓൺലി വൺ ഫോളോസ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, നോ ഡേ ഈസ് എ വീക്ക്, സം മന്ത്സ് ആർ ഡേയ്സ്, നോ വീക്ക് ഈസ് എ ഇയർ. നോ ഡേ ഈസ് എ വീക്ക് എങ്ങനെ വരയ്ക്കുക? ദ ഡേ ഇവിടെ ഉണ്ട്, ഒരു കണക്ഷനും ഇല്ല. ദ വീക്ക് ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? സം മന്ത്സ് ആർ ഡേയ്സ്, മന്ത്സ് ഇവിടെ ഉണ്ട്. പിന്നെ നോ വീക്ക് ഈസ് എ ഇയർ, വീക്കും ഇയറും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. അപ്പം കൺക്ലൂഷൻ എന്താണ്? നോ ഡേ ഈസ് എ ഇയർ. ഡേ ഇവിടെ ഉണ്ട്, ഇയർ ഉണ്ട്. അപ്പോൾ ഇതിലത്തെ എന്താണ്? ഈ ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇതെന്താണ്? ട്രൂ അല്ലേ? എന്ന് വെച്ചാൽ എപ്പോഴും ട്രൂ ആവണമെന്നുണ്ടോ? ഞാനിതാ പോസിബിൾ ഡയഗ്രാം വരയ്ക്കുകയാണ്. പോസിബിൾ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നോ ഡേയ്സ് എ ഇയറിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? സം ഡേയ്സ് എ ഇയർ എന്ന് വരയ്ക്കാൻ നോക്കണം. അപ്പോൾ എന്താ? ഡേ ഇവിടെ ഉണ്ട്, മന്ത് ഇവിടെ ഉണ്ട്, വീക്ക് ഇവിടെ ഉണ്ട്, ഇയറിന് മാത്രം ഞാൻ എങ്ങനെ വരച്ച് സ്റ്റേറ്റ്മെൻറ്റിലൊക്കെ റെഡി ആണല്ലോ. വീക്കും ഇയറും തമ്മിൽ നോ കണക്ഷൻ ഇല്ലാന്നേ പറയുന്നുള്ളൂ. അപ്പോൾ എന്താണ്? വീക്കും ഇയറും തമ്മിൽ കണക്ഷൻ ഇല്ലല്ലോ. പക്ഷേ എന്താണ്? നോ ഡേയ്സ് ഇയർ എന്താക്കി? ഫാൾസ് ആയില്ലേ? ബിക്കോസ് എന്താണ്? ഇയറും ഡേയും തമ്മിൽ എന്താണ്? കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഇത് ഫാൾസ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രൂവും ഫാൾസും വരുമ്പോൾ എന്തായിരിക്കും? ഇവിടെ ഫാൾസ് ആയി. ഇനി അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നോ മന്ത്സ് ആർ ഡേയ്സ് എന്നാ. മന്ത് ഇവിടെ ഉണ്ട്, ഡേയ്സ് ഉണ്ട്. അതെന്തായാലും ഓൾറെഡി കണക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും? ഇതെന്താണ്? റോങ് ആണ്. ഇതിപ്പോൾ എങ്ങനെ വേറെ പോസിബിൾ? ഏത് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ എന്താണ്? മന്ത്സും ഡേയ്സും തമ്മിൽ കണക്ഷൻ ഇല്ലേ? ബിക്കോസ് ആ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, സം മന്ത്സ് ആർ ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഏത് പോസിബിൾ ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? നൈദർ വൺ നോർ ടു ഫോളോസ്. സിലോജിസത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സായ ഈ വീഡിയോയിൽ നമ്മളിപ്പോൾ നോയിൻ്റെയും അതിൻ്റെ പോസിബിൾ ഡയഗ്രത്തിനെയും കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എന്താണ്? ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. ആദ്യത്തെ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും കാണുക, എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക.